8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. ചോക്കാട് കല്ലാമുലയിൽ ഈ വർഷവും UDF-ൽ സീറ്റ് വിഭജന തർക്കം പരിഹരിച്ചില്ല. വികസന മുരടിപ്പ് ആരോപിച്ച് കോൺഗ്രസിന് നൽകിയ സീറ്റിൽ മുസ്ലിം ലീഗ് നേതാവ് CM ഹമീദ് അലി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കല്ലാമുല വാർഡിൽ മുൻ തിരഞ്ഞെടുപ്പുകളെ പോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പിലും UDF സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിനാണ് നൽകിയത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ വാർഡ് കോൺഗ്രസ് അംഗങ്ങളാണ് ഔദ്യോഗികമായി മത്സരിച്ചത്. എന്നാൽ 3 തവണയും ഇവിടെ ലീഗിന്റെ റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയതോടെ ത്രികോണ മത്സരമാണ് വാർഡിൽ നടന്നത്. ഇതിൽ 2 തവണ CM ഹമീദ് അലി തന്നെ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അദ്ദേഹം 2 തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിക്കുകയും ചെയ്തു. UDF പിന്തുണയോടെ പിന്നീട് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയായി മാറുകയും ചെയ്തിരുന്നു. നിലവിലെ ഭരണസമിതിയിലും സീറ്റ് വിഭജനത്തിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം ലീഗ് റിബലായി വനിതാ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയെങ്കിലും നേരിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുകയായിരുന്നു. മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റിയിലെ ഏതാനും പേർക്കെതിരെ അന്ന് അച്ചടക്ക നടപടിയും എടുത്തിരുന്നു. എന്നാൽ നിലവിലെ മെമ്പർ വികസന കാര്യത്തിൽ കല്ലാമൂലയിൽ ഒന്നും ചെയ്തില്ലെന്ന് രൂക്ഷ വിമർശനം ഉയർത്തിയാണ് വീണ്ടും ഹമീദ് അലിയെ രംഗത്തിറക്കിയിരിക്കുന്നത്. ആദ്യ പ്രാവശ്യം കോടാലി ചിഹ്നത്തിൽ 67 വോട്ടിനാണ് ഹമീദ് അലി ജയിച്ചത്. പിന്നീട് ഫുട്ബോൾ ചിഹ്നത്തിൽ 21 വോട്ടിനും ജയിച്ചു. ഇത് ഹമീദ് അലിയുടെ 3ാം ഊഴമാണ്. ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 7ാം വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നുണ്ട്. നോമിനേഷൻ ഇന്ന് സമർപ്പിക്കുകയാണ്. ഈ മത്സരം എന്തിനാണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഈ വാർഡിലുണ്ടായ വികസന മുരടിപ്പിനെതിരെയുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രീയക്കാരല്ലാതെ ഉള്ളൊരു മത്സരം തന്നെയാണ് കാഴ്ചവെക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഒരു സജീവ പ്രവർത്തനമായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മുസ്ലിം ലീഗിൻ്റെ എല്ലാ പ്രാഥമിക അംഗത്വങ്ങളിൽ നിന്നും സ്ഥാനമാനങ്ങളിൽ നിന്നും ഞാൻ രാജിവെച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചോക്കാട് പഞ്ചായത്ത് 7ാം വാർഡിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന CM ഹമീദ് അലിയെ പിന്തുണക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ കല്ലാമുല 7ാം വാർഡ് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ആയിരുന്നു. മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മുസ്ലിം ലീഗിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ച് ഹമീദ് അലിയെ പിന്തുണക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് KP അബ്ദുൽ ലത്തീഫും CM ഹമീദ് അലിയും രാജിവെച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ മാത്രമല്ല നാട്ടുകാരുടെ മുഴുവൻ പിന്തുണയും ഹമീദ് അലിക്കുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതേസമയം പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വം രാജി സ്വീകരിച്ചിട്ടില്ല. ഹമീദ് അലിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് നേതൃത്വം മുഖവിലക്കെടുത്തിട്ടില്ല. എന്നാൽ കല്ലാമൂലയിൽ നിന്ന് UDF ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് ഹമീദ് അലിയുടെ സ്ഥാനാർത്ഥിത്വം വലിയ വെല്ലുവിളിയാണ്. കല്ലാമുലയിലെ പിണക്കം മറ്റ് വാർഡുകളിലേക്ക് പടരാതിരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് UDF നേതൃത്വം. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.